മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. പേര് കൊടിഞ്ഞി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് സാധാരണ ഒരു നാട്ടിൻപുറമാണ്. പച്ചപ്പും വയലുകളും ഫുട്ബോൾ പ്രേമികളായ കുറച്ചു മനുഷ്യരും. പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന വഴിയിലുള്ള ബോർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇവിടെ എന്തോ സ്പെഷ്യലുണ്ടെന്ന്. ദൈവത്തിന്റെ സ്വന്തം ഇരട്ടകളുടെ ഗ്രാമം, ഗോഡ്സ് ഓൺ ട്വിൻ വില്ലേജ്. ഞാൻ ആദ്യം കരുതിയത് ഇതൊരു തള്ളാണെന്നാണ്. പക്ഷേ ആ ഗ്രാമത്തിലെ ചായക്കടയിലേക്ക് ഞാൻ കയറിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ചായ അടിക്കുന്നത് ഒരേ മുഖമുള്ള രണ്ട് ചേട്ടന്മാർ, ചായ കുടിച്ചിരിക്കുന്നത് ഒരേ ഉടുപ്പിട്ട രണ്ട് കുട്ടികൾ. ഞാൻ കണ്ണൊന്ന് തിരുമ്മി നോക്കി. എവിടെ നോക്കിയാലും ഡ്യൂപ്ലിക്കേറ്റുകൾ. സ്കൂളിൽ, ബസ്സിൽ, പള്ളിയിൽ, എന്തിന് ആടുമേയ്ക്കാൻ പോകുന്നവരിൽ വരെ ഇരട്ടകൾ. ഇത് സിനിമയല്ല സുഹൃത്തുക്കളെ, ഇതാണ് കൊടിഞ്ഞി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ അത്ഭുതങ്ങളിലൊന്ന്. 2000 കുടുംബങ്ങൾ മാത്രമുള്ള ഇവിടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 400-ലധികം ജോഡി ഇരട്ടകളുണ്ട്. അതായത് 1000 പ്രസവത്തിൽ 4 ഇരട്ടകൾ ഉണ്ടാകേണ്ട ഇടത്ത് ഇവിടെ 45-ന് മുകളിലാണ് കണക്ക്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? എന്താണ് ഈ മണ്ണിലെ യാത്രയും? നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വെൽക്കം ടു കൊടിഞ്ഞി. ഈ ഗ്രാമം പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നോ? പണ്ടത്തെ രാജാക്കന്മാരുടെ കാലം മുതലേ ഇവിടെ ഇരട്ടകൾ ഉണ്ടായിരുന്നോ? അല്ല. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏകദേശം 60-70 വർഷം മുമ്പ് വരെ കൊടിഞ്ഞി മറ്റേതൊരു മലബാർ ഗ്രാമത്തെയും പോലെ സാധാരണമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ മാറ്റം തുടങ്ങിയത്? ഗ്രാമത്തിലെ പഴമക്കാർ പറയുന്നത് 1949-ലാണ് ഇതിന്റെ തുടക്കമെന്നാണ്. അക്കാലത്താണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ആദ്യത്തെ ഇരട്ടകൾ ജനിക്കുന്നത്. അന്നതൊരു വലിയ അത്ഭുതമായി ആരും കണ്ടില്ല, വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്ന്. പക്ഷേ 1970-കൾക്ക് ശേഷം കഥ മാറി. ഇരട്ടകളുടെ എണ്ണം പതിയെ കൂടാൻ തുടങ്ങി. 10-ൽ നിന്ന് 20-ആയി, 20-ൽ നിന്ന് 50-ആയി, പിന്നെ അതൊരു പ്രവാഹമായി മാറുകയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നോ? ഒരേ വീട്ടിൽ തന്നെ തലമുറകളായി ഇത് കൈമാറി വരുന്നു എന്നതാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഇരട്ടകൾ, അവരുടെ മക്കൾ ഇരട്ടകൾ, അവരുടെ മക്കൾക്കും ഇരട്ടകൾ. 3 തലമുറകൾ ഒരേ വീട്ടിൽ. ആലോചിച്ചു നോക്കൂ ആ വീടിന്റെ അവസ്ഥ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ശാസ്ത്രത്തിനും പിടികൊടുക്കാതെ 70 വർഷമായി ഈ പ്രതിഭാസം ഇവിടെ തുടരുന്നു. നിഗൂഢതകൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് കൊടിഞ്ഞിയിലെ ജീവിതത്തിലേക്ക് വരാം. ഇത്രയും ഇരട്ടകളുള്ളതുകൊണ്ട് ഇവിടെ നടക്കുന്ന തമാശകൾക്ക് ഒരു കുറവുമില്ല. ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഇവിടുത്തെ അധ്യാപകർക്കാണ്. ക്ലാസ്സിൽ ഒരാൾ വികൃതി കാണിച്ചാൽ അടി കിട്ടുന്നത് മിക്കവാറും മറ്റേയാൾക്കായിരിക്കും. പഠിച്ചു വന്ന കുട്ടിക്ക് മാർക്കില്ല, പഠിക്കാത്ത കുട്ടിക്ക് ഫുൾ മാർക്കും. അവസാനം ടീച്ചർമാർക്ക് കുട്ടികളുടെ ഷർട്ടിൽ പേരെഴുതി ഒട്ടിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാലോ? കടയിൽ നിന്ന് സാധനം വാങ്ങി പൈസ കൊടുക്കാതെ ഒരാൾ പോകും. കടക്കാരൻ ചോദിക്കുമ്പോൾ മറ്റേയാൾ പറയും, അത് ഞാനല്ല, എൻ്റെ അനിയനാണെന്ന്. ആര് തിന്നു, ആര് പൈസ കൊടുത്തു എന്ന് കടക്കാരൻ ഒരു പിടിയും കിട്ടില്ല. ഇതൊക്കെ പോട്ടെ, കല്യാണം കഴിച്ചു വരുന്നവരുടെ കാര്യം ആലോചിച്ചു നോക്കൂ. ഭർത്താവിനെയോ ഭാര്യയെയോ മാറിപ്പോകുന്ന അവസ്ഥ. സ്വന്തം ആളെ തിരിച്ചറിയാൻ വല്ല അടയാളം വെക്കേണ്ട ഗതികേട് വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ തമാശയ്ക്ക് പറയുന്നത്. പുറമേ നിന്ന് കാണുന്ന നമുക്കൊക്കെ ഇത് തമാശയാണെങ്കിലും ഇവിടെ ജീവിക്കുന്നവർക്ക് ഇതൊരു നിത്യസംഭവമാണ്. ഈ കൊച്ചു ഗ്രാമത്തിലെ അത്ഭുതം കേട്ടറിഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞർ ഇങ്ങോട്ടൊഴുകി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമായ CSIR-ഉം ഹൈദരാബാദിലെ CCMB-യും അഥവാ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യുലാർ ബയോളജിയും മാത്രമല്ല ജർമ്മനിയിൽ നിന്നും ലണ്ടനിൽ നിന്നും വരെ ഡോക്ടർമാർ ഇവിടെ എത്തി. അവരാദ്യം സംശയിച്ചത് ഇവിടുത്തെ വെള്ളത്തെയാണ്. ഈ മണ്ണിലെ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർ കിണറുകളിലെ വെള്ളം കുപ്പിയിലാക്കി ലാബുകളിലേക്ക് അയച്ചു. മണ്ണും ഭക്ഷണവും പരിശോധിച്ചു. പക്ഷേ ഫലമോ? ഒരു കുഴപ്പവുമില്ല. ഇവിടത്തെ വെള്ളത്തിനും മണ്ണിനും മറ്റൊരിടത്തേക്കാളും യാതൊരു പ്രത്യേകതയുമില്ല. പിന്നീട് അവർ വിചാരിച്ചു ഇത് ജനിതകമായ എന്തെങ്കിലും കാരണമാണെന്ന്. അവർ ഇരട്ടകളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു, DNA ടെസ്റ്റുകൾ നടത്തി. ഒരു പ്രത്യേക ട്വിൻ ജീൻ കണ്ടെത്താൻ അവർ ശ്രമിച്ചു. പക്ഷെ അവിടെയും ശാസ്ത്രം തോറ്റു. ഇവിടെയുള്ള ആളുകളുടെ DNA-യിൽ അസാധാരണമായി ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് വെള്ളമല്ല, ഭക്ഷണമല്ല, കാലാവസ്ഥയല്ല. പിന്നെ എന്താണ് ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്നത്? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അതിന്നും അവശേഷിക്കുന്നു. കൊടിഞ്ഞി മാത്രമാണോ ഇങ്ങനെ? അല്ല. ലോകത്ത് അത്ഭുതങ്ങൾ ഒരിടത്ത് മാത്രമായി ഒതുങ്ങാറില്ലല്ലോ. ഇതേപോലെ ഇരട്ടകളുടെ പ്രവാഹമുള്ള മറ്റു 2 സ്ഥലങ്ങൾ കൂടി ഈ ഭൂമിയിലുണ്ട്. ആദ്യം നമുക്ക് ആഫ്രിക്കയിലേക്ക് പോകാം. നൈജീരിയയിലെ ഇഗ്ബോ ഓറ എന്ന ഗ്രാമം. ഇരട്ടകളുടെ നാട് എന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്.
അവിടെ അവർ വിശ്വസിക്കുന്നത് അവർ സ്ഥിരമായി കഴിക്കുന്ന കാച്ചിൽ എന്ന കിഴങ്ങുവർഗ്ഗമാണിതിന് കാരണം. അതിലടങ്ങിയ ഒരു കെമിക്കൽ സ്ത്രീകളിൽ അണ്ടവിസർജനം കൂട്ടുന്നു എന്ന് പറയപ്പെടുന്നു. ഇനി തെക്കേ അമേരിക്കയിലേക്ക് പോയാലോ? ബ്രസീലിലെ കാൻഡിഡോ ഗോഡോയ് എന്ന ഗ്രാമം. അവിടെ പക്ഷേ കഥ വേറെയാണ്. ഹിറ്റ്ലറുടെ കാലത്ത് നാസി ഡോക്ടർമാർ നടത്തിയ പരീക്ഷണങ്ങളാണ് അവിടെ ഇരട്ടകളുണ്ടാകാൻ കാരണം എന്നൊരു പേടിപ്പെടുത്തുന്ന കഥ അവിടെയുണ്ട്. പക്ഷേ കൊടിഞ്ഞിയുടെ കാര്യം വരുമ്പോൾ ഈ രണ്ട് തിയറികളും പൊളിയും. ഇവിടെ ആഫ്രിക്കയിൽ പോലെ പ്രത്യേക കിഴങ്ങോ ഭക്ഷണമോ ആരും കഴിക്കുന്നില്ല. നമ്മുടെ സാധാരണ ചോറും കറിയും തന്നെ. ഇവിടെ ബ്രസീലിൽ പോലെ പരീക്ഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നൈജീരിയയ്ക്കും ബ്രസീലിനും ഉത്തരമുണ്ടായേക്കാം. പക്ഷേ കൊടിഞ്ഞിക്ക് ഉത്തരം ഇപ്പോഴും ശൂന്യമാണ്. ശാസ്ത്രം തോറ്റെടുത്ത് പ്രകൃതി ജയിക്കുന്നു എന്ന് പറയുന്നത് പോലെ കൊടിഞ്ഞി ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. വെള്ളമല്ല, ഭക്ഷണമല്ല, കാലാവസ്ഥയല്ല. പിന്നെ എന്താണ്? ദൈവം കേരളത്തിന് നൽകിയ സ്പെഷ്യൽ സമ്മാനമാണോ? അതോ ഈ മണ്ണിലൊളിഞ്ഞിരിക്കുന്ന നമുക്കിതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഏതോ അപൂർവ ധാതുക്കളാണോ? ഉത്തരം എന്തുതന്നെയായാലും മലപ്പുറത്തെ ഈ കൊച്ചു ഗ്രാമം ഇന്ന് ലോകഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുന്നു. ഇവിടെ ട്വിൻസ് ആൻഡ് കിൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന തന്നെയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇരട്ടകളുടെ സംഘടന. അവർക്ക് പറയാൻ ഒന്നേയുള്ളൂ, ഞങ്ങൾ വ്യത്യസ്തരല്ല, പക്ഷേ ഞങ്ങൾ സ്പെഷ്യലാണ്. പക്ഷേ കൊടിഞ്ഞിയുടെ കഥ അവസാനിക്കുന്നില്ല. അടുത്ത വർഷവും അതിനടുത്ത വർഷവും ഇവിടെ ഇരട്ടകൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ശാസ്ത്രം ഉത്തരം തേടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കെന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇതിന് കാരണം? വെള്ളമാണോ? അതോ ദൈവത്തിന്റെ അത്ഭുതമാണോ? പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമാണോ? നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ആഹാ എന്തു രസം എന്ന് പറയും. എന്നാൽ ഈ ഗ്രാമത്തിലെ മാതാപിതാക്കളോട് ചോദിച്ചാലേ ഇതിന്റെ യഥാർത്ഥ ഭാരം മനസ്സിലാവൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണ ഒരു വീട്ടിൽ കുട്ടിക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകണം. ഇവിടെ ഒരാൾക്ക് പനി വന്നാൽ കൃത്യം 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തയാൾക്കും പനി വരും. ഡോക്ടറുടെ ഫീസ് ഡബിൾ, മരുന്ന് ഡബിൾ. സ്കൂളിൽ ഫീസ് കൊടുക്കുമ്പോൾ ഡബിൾ, ഓണത്തിന് ഉടുപ്പെടുക്കുമ്പോൾ ഡബിൾ. ഒരു സാധാരണ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ സമ്മാനം പലപ്പോഴും അവർക്ക് സാമ്പത്തികമായി വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ട്വിൻസ് ആൻഡ് കിൻസ് അസോസിയേഷൻ ടാക്ക എന്ന സംഘടന ഉണ്ടാക്കിയത്. ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഘടന വേറെയില്ല. ഇരട്ടകൾക്കു വേണ്ടി ഇരട്ടകൾ നടത്തുന്ന സംഘടന. അവർ സർക്കാരിനോട് ചോദിക്കുന്നത് എന്താണെന്നോ? ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണം, സാമ്പത്തിക സഹായം വേണം എന്ന്. കാരണം ഒരേ സമയം 2 പെൺകുട്ടികളുടെ കല്യാണം നടത്തേണ്ടി വരുന്ന ഒരച്ഛൻ്റെ അവസ്ഥ അത് ഈ കൊടിഞ്ഞിയിലുള്ളവർക്കേ മനസ്സിലാവൂ. ഈ സംഘടനയുടെ പ്രസിഡന്റായ പുല്ലാനി ഭാസ്കരനും ഇരട്ടയാണ്. ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഇരട്ടകളായ പാത്തുമ്മയും കുഞ്ഞിപ്പാത്തുമ്മയുമൊക്കെ ഈ ഗ്രാമത്തിന്റെ ജീവിക്കുന്ന ചരിത്രങ്ങളാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങാം. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർക്ക് ഉത്തരം കിട്ടാത്തത്? യഥാർത്ഥത്തിൽ ഇരട്ടകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഐഡന്റിക്കൽ, അതായത് കാഴ്ചയിൽ ഒരേ പോലെ ഇരിക്കുന്നവർ. 2 നോൺ ഐഡന്റിക്കൽ, ഒരേ പ്രസവത്തിൽ ജനിച്ചവർ പക്ഷെ കാണാൻ വ്യത്യസ്തർ. സാധാരണ ലോകത്ത് മരുന്നു കഴിച്ച് ഗർഭം ധരിക്കുന്നവരിലാണ് ഇരട്ടകൾ കൂടുന്നത്. പക്ഷെ കൊടിഞ്ഞിയിലെ അത്ഭുതം അതല്ല. ഇവിടെ മരുന്നൊന്നും കഴിക്കാതെ തന്നെ സ്വാഭാവികമായി ഇരട്ടകൾ ഉണ്ടാകുന്നു. അതും നോൺ ഐഡന്റിക്കലാണ് കൂടുതൽ. ഹൈദരാബാദിലെ CCMB നടത്തിയ പഠനത്തിൽ അവർ നോക്കിയത് ഒരു പ്രത്യേക കാര്യമാണ്: എപ്പിജെനറ്റിക്സ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീനുകൾ ഒരു സ്വിച്ച് പോലെയാണ്. ചില കാലാവസ്ഥയിലോ സാഹചര്യത്തിലോ ചില സ്വിച്ചുകൾ ഓണാവും, ചിലത് ഓഫാവും. കൊടിഞ്ഞിയിലെ വായുവിലോ മണ്ണിലോ ഉള്ള ഏതോ ഒരു അദൃശ്യ ഘടകം സ്ത്രീകളിലെ ഈ പ്രത്യേക സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ സംശയിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് ദൂരെയുള്ള ജില്ലകളിലേക്ക് പോയാലും അവിടെയും അവർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ പ്രശ്നം സ്ഥലത്തിനാണോ അതോ ശരീരത്തിനാണോ? ശാസ്ത്രം വീണ്ടും വട്ടപൂജ്യത്തിൽ നിൽക്കുന്നു. ഇതൊരു ജനിതക മാറ്റമാണെങ്കിൽ അത് എങ്ങനെ ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിന്നു? ഉത്തരം കിട്ടാത്ത കോടാനുകോടി ചോദ്യങ്ങൾ. കൊടിഞ്ഞിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്രസീലിലെ ഗ്രാമം കാൻഡിഡോ ഗോഡോയ്, അവിടെ നടന്നത് കൊടിഞ്ഞിയേക്കാൾ ഭയാനകമായൊരു കഥയാണ്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഹിറ്റ്ലറുടെ ക്രൂരനായ ഡോക്ടർ ജോസഫ് മെംഗലെ ഒളിവിൽ പോയത് ഈ ബ്രസീലിയൻ ഗ്രാമത്തിലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നായിരുന്നു ഇയാളുടെ വിളിപ്പേര്.
ഇയാളുടെ വട്ടായിരുന്നു ഇരട്ടകളെ സൃഷ്ടിക്കുക എന്നത്. ആര്യൻ വംശത്തെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ ഒരേ സമയം 2 കുട്ടികളെ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ ഇയാൾ നാസി ക്യാമ്പുകളിൽ നടത്തിയിരുന്നു. ഈ ഗ്രാമത്തിലെത്തിയ മെങ്കലെ അവിടുത്തെ സ്ത്രീകൾക്ക് ചില മരുന്നുകൾ നൽകിയെന്നും അതിനുശേഷമാണ് അവിടെ മുടി നിറമുള്ള നീല കണ്ണുകളുള്ള ഇരട്ടകൾ ജനിക്കാൻ തുടങ്ങിയതെന്നുമാണ് ഒരു വാദം. ഇതൊരു ഗൂഢാലോചനാ സിദ്ധാന്തം മാത്രമായിരിക്കാം, പക്ഷെ ചരിത്രകാരന്മാർ ഇന്നും ഇത് സംശയിക്കുന്നു. പക്ഷെ നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം അതല്ല. ബ്രസീലിൽ അത് മരുന്നിന്റെ ഫലമാണെങ്കിൽ, നൈജീരിയയിൽ അത് ഭക്ഷണത്തിന്റെ ഫലമാണെങ്കിൽ, നമ്മുടെ മലപ്പുറത്ത് ഇത് 100% പ്രകൃതിദത്തമാണ്. ഒരു മരുന്നും ഒരു പരീക്ഷണവുമില്ലാതെ പ്രകൃതി കണിഞ്ഞ നൽകിയ അത്ഭുതം. ബ്രസീലിലെയും നൈജീരിയയിലെയും കഥകൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് നമ്മുടെ കൊടിഞ്ഞിയിലേക്ക് തന്നെ വരാം. ഇന്ന് നമ്മളിതിനെ അത്ഭുതമെന്ന് വിളിക്കുന്നു. എന്നാൽ 1970കളിലും 80കളിലും സ്ഥിതി ഇതല്ലായിരുന്നു. ശാസ്ത്രജ്ഞർ വരുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ പഴമക്കാർ ഇതിനെ കണ്ടിരുന്നത് ഭയത്തോടെയായിരുന്നു. ചിലർ പറഞ്ഞു ഇതൊരു ശാപമാണെന്ന്. കുടുംബത്തിൽ ഇരട്ടകൾ ജനിക്കുന്നത് എന്തോ വരാനിരിക്കുന്ന ആപത്തിന്റെ സൂചനയാണെന്ന് വിശ്വസിച്ചവരുണ്ട്. പണ്ടുകാലത്ത് ഇരട്ടക്കുട്ടികളുണ്ടായാൽ അത് പുറത്തു പറയാൻ പോലും മടിച്ചിരുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ജിന്നുകളുടെ കളിയാണെന്ന് വരെ അടക്കം പറഞ്ഞവരുണ്ട്. മലപ്പുറത്തിന്റെ മണ്ണിലെ പഴയ മുത്തശ്ശി കഥകളിൽ ഇത്തരം കാര്യങ്ങൾ സാധാരണമാണല്ലോ. എന്നാൽ കാലം മാറി. 2008ലാണ് കൊടിഞ്ഞി ലോകശ്രദ്ധ നേടുന്നത്. അതോടെ കഥയാകെ മാറി. അതുവരെ ശാപമെന്ന് വിളിച്ചവർ ഇതിനെ ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പ്രശസ്തി ഗ്രാമത്തിന് ഗുണം മാത്രമാണോ ചെയ്തത്? ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊടിഞ്ഞി ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറി. വിദേശികൾ വരുന്നു, ചാനലുകാർ വരുന്നു, യൂട്യൂബർമാർ വരുന്നു. എല്ലാവർക്കും ഇരട്ടകളുടെ കൂടെ സെൽഫി വേണം, ഇന്റർവ്യൂ വേണം. ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം ആലോചിച്ചു നോക്കൂ. പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഏതോ ക്യാമറയുമായി ആളുകൾ വരുന്നത്. നിങ്ങളൊന്ന് നടക്കാമോ, ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നത്. പല ഇരട്ടകളും ഇന്ന് ക്യാമറ കാണുമ്പോൾ മുഖം തിരിക്കുന്ന അവസ്ഥയാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് പോലും സ്വസ്ഥമായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ മറ്റൊരു ചോദ്യം ബാക്കിയുണ്ട്. ഇതെന്ന് അവസാനിക്കും? ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് ഇരട്ടകളുടെ എണ്ണം കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓരോ വർഷവും റെക്കോർഡുകൾ തിരുത്തപ്പെടുന്നു. ഒരുപക്ഷെ അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഈ ഗ്രാമത്തിൽ ഇരട്ടകളല്ലാത്തവർ ന്യൂനപക്ഷമായി മാറിയേക്കാം. ശാസ്ത്രം തോറ്റിടത്ത് വിശ്വാസം ജയിക്കുന്നു. എന്തോ ഒരു അദൃശ്യശക്തി ഈ മണ്ണിനെ സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇവിടുത്തെക്കാർക്കിഷ്ടം. ആ വിശ്വാസത്തിന് മുന്നിൽ DNA ടെസ്റ്റുകളും സ്കാനിംഗ് മെഷീനുകളും വെറും കളിപ്പാട്ടങ്ങൾ മാത്രം. എന്തായിരിക്കും ഇതിന് കാരണം? വെള്ളമാണോ, അതോ ദൈവത്തിന്റെ അത്ഭുതമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. മറ്റൊരു അത്ഭുതവുമായി വീണ്ടും കാണാം. സച്ചു സൈനിങ് ഓഫ്.